അപ്പം മറ്റെല്ലാ പദവികൾക്കും അപ്പുറത്തേക്ക് സ്വന്തമെന്ന് നമ്മൾ കരുതുന്ന ഒരാളുടെ ജീവിതത്തിൽ നിർണായകമായൊരവസരവും വലിയൊരു ഉത്തരവാദിത്വവും വന്നു ചേരുമ്പോൾ അത് വിജയകരമായി പൂർത്തീകരിക്കാനാവണേ എന്ന പ്രാർത്ഥനയോടെ വരുന്ന സഹോദരന്റെ മനസ്സോടെയാണ് ഞാൻ ഈ സംഗമത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പി കെ ഫിറോസ് എന്ന സഹപ്രവർത്തകൻ, പി കെ ഫിറോസ് എന്ന ഐക്യജനാധിപത്യ മുന്നണിയിലെ യുവജന പ്രസ്ഥാനങ്ങളുടെ നേതാവ്, അതിനെല്ലാം ഉപരി ഒരു സഹോദരനും സുഹൃത്തുമായി പ്രതിസന്ധിയിലും ഗുണത്തിലും ദോഷത്തിലുമെല്ലാം കൂടെ താങ്ങായി തണലായി നിൽക്കുന്ന ആളുകളാണ്. 9846200588 എന്ന നമ്പർ ഞാൻ കാണാതെ പഠിച്ചിട്ട് ഒരുപാട് നാളായി. അതിന് ഓരോ കൊടുവള്ളിക്കാരനും ആ നമ്പർ ഹൃദ്യസ്ഥമായിരിക്കുമെന്ന കാര്യത്തിന് എനിക്ക് ഉറപ്പാണ്, തീർച്ചയാണ്. കാരണം അതിനപ്പുറത്ത് എപ്പോഴും നമ്മളെ കാത്തിരിക്കുന്ന ഒരു ഹലോ ഉണ്ട്. അതിനപ്പുറം എപ്പുറത്തും നമ്മൾ എന്തിനും വിളിച്ചു പറയുമ്പോൾ അതെന്തെന്ന് കേൾക്കാൻ, ആവുന്ന തരത്തിൽ അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ, നിർദ്ദേശങ്ങൾ പറയാൻ, അല്ലെങ്കിൽ തിരുത്താൻ, പറയാൻ, ഒപ്പം അഭിനന്ദിക്കാൻ, ചിലപ്പോഴൊക്കെ വിമർശിക്കാൻ, കളിയാക്കാൻ, ചിരിക്കാൻ, എല്ലാത്തിനും കൂടെ നടക്കുന്ന ഒരു സുഹൃത്തിനെയാണ് ഇനി കൊടുവള്ളിക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും ഈ നാടിന്റെ അഭിമാനമായി ഒരു ജനപ്രതിനിധി മാറുമെന്ന കാര്യത്തിന് ഒരുപാട് ഉദാഹരണങ്ങൾ അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിൽ നിന്ന് തന്നെ എടുത്തു പറയാനും ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ എന്ന നിലക്ക് പലപ്പോഴും ഞങ്ങൾ എല്ലാവരും പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും ഭരണകൂടത്തിനെതിരെ, മന്ത്രിമാർക്കെതിരെയൊക്കെ ആർജവത്തോടെ സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. ചിലപ്പോൾ പറയാറുണ്ട്, ആ കസേരയിൽ നിങ്ങളെ അധികകാലം തുടരാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന്. ആ വിഷയത്തിന്റെ ഗ്രാവിറ്റി, ഇന്റൻസിറ്റി വെച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞതിനെ പ്രാവർത്തികമാക്കിയ ഒരു യുവജന നേതാവിനെ, ഒരു യുവജന രാഷ്ട്രീയ പ്രവർത്തകനെ, ഒരു യുവജന സംഘടനാ പ്രസിഡന്റിനെ, ജനറൽ സെക്രട്ടറിയെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ കെ ടി ജലീലിനെ രാജിവെപ്പിക്കാൻ പോരാടിയ പി കെ ഫിറോസ് എന്ന പൊതുപ്രവർത്തകൻ, ആ പൊതുപ്രവർത്തകൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഞാൻ ആലോചിക്കുകയായിരുന്നു, പി കെ ഫിറോസ് MLA ആയാൽ എന്തായിരിക്കും അദ്ദേഹം നന്നായി ചെയ്യുക എന്നുള്ളത്. ആദ്യം എനിക്ക് തോന്നി ഇയാൾ മനോഹരമായി അസംബ്ലിയിൽ പ്രസംഗിക്കുമെന്ന് പറയാൻ. പിന്നെ എനിക്ക് തോന്നി ഇയാൾ മനോഹരമായി കോൺസ്റ്റിറ്റ്യുവൻസി മാനേജ് ചെയ്യുമെന്ന് പറയാൻ. പിന്നെ എനിക്ക് തോന്നി ഇയാൾ മനോഹരമായി ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുമെന്ന് പറയാൻ. ഒന്നും കൂടെ സ്പെസിഫിക് ആയി ഞാൻ ചിന്തിക്കുമ്പോൾ ആ സമരങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുത്ത വിഷയങ്ങളിൽ പടിപടിയായി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ കാണുമ്പോൾ ഒരു കാര്യം നിങ്ങൾ എഴുതി ഒപ്പിട്ടോ, നിങ്ങൾ കൊടുക്കുന്ന ഒരു നിവേദനത്തിനോ, നിങ്ങൾ വെക്കുന്ന ഒരു നിർദ്ദേശത്തിനോ ഏറ്റവും നന്നായി കേരളത്തിൽ ഫോളോ അപ്പ് ഉണ്ടാകുന്ന ഒരു MLA നിങ്ങൾ തെരഞ്ഞെടുത്താൽ അത് പി കെ ഫിറോസ് ആയിരിക്കും എന്നുള്ളത് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഏറ്റെടുക്കുന്ന വിഷയങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരാളാണ്. ഞാൻ ആലോചിക്കുക, അദ്ദേഹം മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു പ്രവർത്തകനാണ്. ഞാൻ നോക്കിയപ്പോൾ പുതുപ്പള്ളിയിൽ മത്സരിച്ചത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയല്ല, തൃക്കാക്കരയിൽ മത്സരിച്ചത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയല്ല, പാലക്കാട് മത്സരിച്ചത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയല്ല, നിലമ്പൂരിൽ മത്സരിച്ചത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയല്ല. അവിടെയെല്ലാം മത്സരിച്ചത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായിരുന്നു. UDFന്റെ സ്ഥാനാർത്ഥികളാണ്, എന്നിരുന്നാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായിരുന്നു. അവിടെ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ എത്രത്തോളം അധ്വാനിച്ചിട്ടുണ്ടോ അതിനേക്കാൾ ഒരു പടി കൂടുതൽ പി കെ ഫിറോസും സംഘവും അധ്വാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ ഉപതെരഞ്ഞെടുപ്പ് യാത്രകളിലെല്ലാം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ മുന്നണിക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി അത് ഏറ്റവും നന്നായി പൂർത്തീകരിക്കാൻ കഴിയാവുന്ന പ്രതിബദ്ധതയുള്ള, പുതിയ കാഴ്ചപ്പാടുള്ള, പുതിയ കാലത്തെ ചെറുപ്പക്കാരോട് സംവദിക്കാൻ കഴിയുന്ന, നേരത്തെ ഉമ്മർ മാഷോട് സംസാരിക്കുമ്പോൾ താലൂക്കിനും ഗവൺമെന്റ് കോളേജിനും റെസിഡൻഷ്യൽ ITAക്കും അപ്പുറത്തേക്ക് ഈ മണ്ഡലം ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് ഈ ജനതയോട് ഒട്ടിനിന്ന മുനീർ സാഹിബിന്റെ ഈ മണ്ണിനോടുള്ള ജനതയുടെ താല്പര്യങ്ങളുടെ, സ്നേഹങ്ങളുടെ തുടർച്ചയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കൊടുവള്ളിക്ക് തന്നതിനപ്പുറം ഒന്നും കാര്യമായി തരാതിരുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ അവഗണനകൾ അവസാനിപ്പിച്ച് കേരളത്തിൽ ഇനി ഒരു UDF ഗവൺമെന്റ് വന്നാൽ അതിലേത് മന്ത്രിയോടും കൊടുവള്ളിക്കാരൊരു കാര്യം ചോദിച്ചാൽ അത് നടപ്പിലാക്കാൻ നിങ്ങളുടെ ശബ്ദമായി മാറാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ വോട്ട് അത് പി കെ ഫിറോസിനായിരിക്കട്ടെ എന്ന് ഓരോ കൊടുവള്ളിക്കാരനും തീരുമാനിക്കേണ്ട ഒരു കാലാവസ്ഥയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതൊരു അസറ്റായി മാറും. അത് ഈ നാടുണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളുടെ മുമ്പിൽ കൊടുവള്ളി നടക്കും. നേരത്തെ ഇവിടെ നിങ്ങളുടെ സ്വാഗത പ്രസംഗൻ ശ്രീ കാദർ, എന്തൊരു ശബ്ദമായി ചങ്ങായിന്റെ അല്ലേ? മാഷാ അല്ലാഹ് ഞാനും പറഞ്ഞു, എന്നാലും ഞാനൊന്ന് കണ്ണൊക്കെ വെച്ചിട്ടുണ്ട്.
മനോഹരമായ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ, PK ഫിറോസിന്റെ മെജോറിറ്റിയെ സംബന്ധിച്ച് നിങ്ങൾ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, തീർച്ചയായിട്ടും അത് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യമാണ്. അത് കൊടുവള്ളിക്കാരുടെ മാത്രം കാര്യമല്ല, അത് കേരളത്തിന്റെ തെരുവിൽ പൊരുതുന്ന ഓരോ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ ഈ പോലീസ് തലക്കടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നത് പോലെ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിയുന്നതിന് പോലും ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് വിളിച്ചാക്ഷേപിക്കുന്ന ആ മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കെതിരെ കേരളത്തിന്റെ തെരുവിൽ കഴിഞ്ഞ 10 വർഷമായി പൊരുതുന്ന ഓരോ യുവജന രാഷ്ട്രീയ പ്രവർത്തകനും ആഗ്രഹിക്കുന്നു അവരുടെ ശബ്ദമായി PK ഫിറോസ് കൊടുവള്ളിയിൽ നിന്ന് കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്തണമെന്നുള്ളത്. അപ്പൊ അത് കൊടുവള്ളിയുടെ മാത്രം ഒരു ബിസിനസ് അല്ല, അത് കൊടുവള്ളിയുടെ മാത്രം ഒരു കാര്യമല്ല, അത് കോഴിക്കോടിന്റെ പോലും മാത്രം ഒരു കാര്യമല്ല, അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകളെയാണ്. അത് സമരരംഗത്തുള്ളവന്റെ ആവശ്യമാണ്, അത് സംഘടനാ രംഗത്തുള്ളവന്റെ ആവശ്യമാണ്. അത് വയനാടിന്റെ മണ്ണിൽ ദുരന്തം പെയ്തിറങ്ങിയപ്പോ ദുരന്തം മനുഷ്യന്റെ പ്രതീക്ഷകളുടെ മുഴുവൻ അവരെ ഇടിച്ച് തകർക്കുന്ന തരത്തിൽ കുത്തിപ്പെയ്തപ്പോ അവിടെ ആശ്വാസമായി എത്തിയ വൈറ്റ് ഗാർഡ് എന്ന സംവിധാനത്തിന്റെ തലപ്പത്ത്, മുസ്ലിം യൂത്ത് ലീഗിന്റെ തലപ്പത്ത്, ആ സേവന രാഷ്ട്രീയത്തിന്റെ മുഖമായി സാധാരണക്കാരുടെ കണ്ണീരൊപ്പാൻ നടത്തിയ പോരാട്ടത്തിന് കേരളത്തിലെ ജനങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന അംഗീകാരം കൊടുവള്ളിയുടെ മനസ്സ്, കൊടുവള്ളിയുടെ ജനത, കൊടുവള്ളിയുടെ ഹൃദയം നൽകുമെന്നുള്ള ഉറപ്പിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത്. ഉറപ്പല്ലേ? ഭയങ്കര ഓക്കെയാണല്ലോ പറയുന്നത്, ആണല്ലേ? ഇനിയിപ്പോ കൂടുതൽ പ്രസംഗിക്കേണ്ടതൊന്നുമില്ല, അമ്മാരി ഉറപ്പാ പറയുന്നത്. ഞാൻ ദീർഘമായി പ്രസംഗിക്കേണ്ട കാര്യമില്ല. ഞാൻ മറ്റ്